മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ, ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും, ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും, മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി പ്രവർത്തിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ സൂറ അൻഫാലിൽ നിന്നുള്ള 4 ആയത്തുകളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൽ സാമൂഹിക ശക്തി പ്രാപിക്കലും, ലോകത്ത് ഓരോ ജനപദങ്ങളുടെയും നിർഭയമായ നിലനിൽപ്പിനും അവരുടെ സർവോപരി വളർച്ചയ്ക്കും ഉതകുന്ന ചില നിർദ്ദേശങ്ങൾ അല്ലാഹു മനുഷ്യരാശിയുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് വർത്തമാനകാലം അനീതികളോ അക്രമങ്ങളോ മറ്റ് തര വംശനാശങ്ങളൊന്നും വേദനിപ്പിക്കുന്ന വാർത്തയായി തീരാത്ത ഒരു സാഹചര്യമാണ്. മൃഗനീതി എന്ന ഒന്നുണ്ടെങ്കിൽ അവയെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള അതിക്രമങ്ങളാണ് നാടെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, സ്വാധീനങ്ങളുടെ, ഭരണകൂടങ്ങളുടെ, നിയമ സംഹിതകളുടെയൊക്കെ പിമ്പലത്തിലായിരിക്കും പലതും ചെയ്യുക. ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമ്മൾ കാണുന്നത് ന്യൂനപക്ഷങ്ങൾ എന്നത് സത്യത്തിൽ കുറേ ജനവിഭാഗമാണ്. അതിൽ മതമുള്ളതും ഇല്ലാത്തതും പ്രാചീന മതത്തിൻ്റെ ആളുകളൊക്കെ ഉണ്ട്. അവരുടെ നിലനിൽപ്പ് ഭീഷണിയാണ് പലപ്പോഴും ഇന്ത്യ രാജ്യത്ത്. അവർ അനുഭവിക്കുന്ന കുറേ കഷ്ടതകളുണ്ട്. അത് ആരോടും പറയാനുമില്ല, ഒരു സ്ഥലത്തും പരാതിപ്പെടാനുമില്ലാത്തതാണ്. അപ്പം ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ നമ്മൾ കാണുമ്പോൾ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് കേവലം ലോകത്തുള്ള എല്ലാ മനുഷ്യവംശത്തിൻ്റെയും വിഷയങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ് ഈ വചനങ്ങളിൽ അള്ളാഹു അറിയിക്കുന്നത്. അതിലൊന്ന്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. വിശ്വാസികളെ, നിങ്ങൾ പ്രഥമമായും അല്ലാഹുവിനും അവൻ്റെ റസൂലിനും, നിങ്ങൾ ഇവിടെ ജീവിക്കണം, അതുകൊണ്ട് നിങ്ങൾ ജീവിക്കുക എന്ന കൽപ്പനയോടുകൂടി അള്ളാഹുവും അവൻ്റെ റസൂലും ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അതിന് ഉത്തരം ചെയ്യുക എന്നാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ കൽപ്പന. അപ്പം അള്ളാഹു വിളിക്കുന്നതും അവൻ്റെ റസൂല് വിളിക്കുന്നതും നിങ്ങൾ ജീവിക്കണം, അതാണ് നിങ്ങളുടെ ധർമ്മവും നിങ്ങളുടെ കർമ്മവും.
ഇത് നിർദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പൊ ആ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമതൊരു വശമുള്ളത് വത്തഖൂ ഫിത്നത്തൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾ സർവനാശങ്ങളെയും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ഭയപ്പെടണം. കാരണം അക്രമകാരികളിൽ മാത്രം അതിൻ്റെ പരിണിതത്വം വരികയില്ല. അക്രമം ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുക എന്നത് വ്യക്തിപരമായ വിഷയമാണ്. പക്ഷേ അക്രമകാരികളിൽ ഒതുങ്ങുന്നതല്ല അതിൻ്റെ പരിണിത ഫലങ്ങളൊന്നും. അപ്പൊ എല്ലാവരെയും ബാധിക്കുന്നതിനാൽ നിങ്ങൾ അതാണ് സൂക്ഷിക്കേണ്ടത്. നാശം സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുക, അള്ളാഹു അതികഠിനമായ ശിക്ഷ ഉടയവനാണ്. വദ്കുറു ഇത് അൻതും ഖലീലുൻ മുസ്തദ്അഫൂന ഫിൽ അർള്. നിങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കണം. അങ്ങനെ നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എന്ന മനുഷ്യവംശത്തിൻ്റെ നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന വഴികൾ, ഓരോ രാജ്യവും ജനതയും മതവും സമുദായവും ഒക്കെ വന്ന വഴികൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ പിന്നിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വളരെ ന്യൂനപക്ഷമായിരുന്നു, ഖലീലായിരുന്നു. അതുമാകട്ടെ മുസ്തദ്അഫൂന ഫിൽ അർള്, ഈ ഭൂമിയിൽ ഇത്ര ദുർബലരായി വേറെ ആരുമില്ല. അപ്പൊ നിങ്ങൾ ദുർബലരുമായിരുന്നു, എണ്ണം കുറവുമായിരുന്നു. തഖാഫൂന, അതുകൊണ്ട് നിങ്ങൾ എന്നും ഭയപ്പെട്ടിരുന്നു. അൻ യതഖത്തഫകുമുന്നാസു, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുത്ത് കളയുമോ എന്ന്. നിങ്ങളെ ഇവിടെ നിന്ന്, ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് തന്നെ നിങ്ങളെ നിഷ്കാസനം ചെയ്യുമോ എന്ന് നിങ്ങൾ ഭയന്നിരുന്നു. അങ്ങനെ ഭയക്കാൻ കാരണം, ഒന്ന്, നിങ്ങൾ കുറഞ്ഞ ആളുകളാണ്, രണ്ട്, നിങ്ങൾ ദുർബലരായിരുന്നു. അപ്പൊ ഈ കുറഞ്ഞവരും ദുർബലരുമാണെങ്കിലും, എണ്ണം കുറഞ്ഞവർ, ഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞവർ, ഗവൺമെന്റിന്റെ ശക്തി കുറവുള്ളവർ, മറ്റ് വരുമാനങ്ങൾ കുറവുള്ളവർ, അങ്ങനെ പല നിലയിലും ദുർബലത അനുഭവിക്കുന്ന നിങ്ങൾ, അതിൽ നിന്ന് എങ്ങനെയാണ് അവയെ നിങ്ങൾ അതിജയിച്ച് മുന്നേറിയത്? അതാണ് ഖുർആൻ ഇനി മുന്നോട്ട് വയ്ക്കുന്നത്. ഫആവാക്കും, നിങ്ങളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി. അപ്പൊ നിങ്ങൾ പല വഴിയിലും പല ഭാഗത്തുമായിരുന്നു. ആ നിങ്ങളെ അള്ളാഹു ഒരുമിച്ച് ചേർത്തു, ഒരു യൂണിറ്റി ആക്കുകയാണ്. അങ്ങനെ ആക്കി. വ അയ്യദക്കും ബിനസ്രിഹി, അങ്ങനെ അള്ളാഹു നിങ്ങളെ ശക്തിപ്പെടുത്തി, പ്രബലരാക്കുകയാണ്, കഴിവുറ്റവരാക്കി അള്ളാഹുവിൻ്റെ സഹായം നിമിത്തം. വറസഖക്കും മിനത് തയ്യിബാത്ത്, നല്ലത് അള്ളാഹു നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ വായുവും വെള്ളവും വെളിച്ചവും ഭക്ഷണവും അങ്ങനെയെല്ലാം നിങ്ങൾക്ക് നല്ലത് അള്ളാഹു നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പിടിച്ച് നിലനിർത്തിയത്, നിങ്ങളെ ഒരുമിച്ച് ചേർത്തു എന്ന മൗലികമായ ഒന്നാണ്. അങ്ങനെ ഒരുമിച്ച് നിന്നപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചവരായി. അപ്പോൾ വളരെ ഏറെ ദുർബലരും കഴിവ് കുറഞ്ഞവരും യാതൊരു ശേഷിയും ശേമുഷികളും ഇല്ലാത്തവരുമായിരുന്നപ്പോൾ നിങ്ങൾ അനുഭവിച്ച ഭയവിഹ്വലതകളുണ്ട്. നിങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ അത് ക്രമേണ മാറിപ്പോയിക്കൊണ്ടിരുന്നു. പിന്നെ നിങ്ങൾ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ,
ലാ തഖൂനുല്ലാഹ വറസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കരുത്, ചതിക്കരുത്. അള്ളാഹുവിന്റെ റസൂലിനെയും വഞ്ചിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. വതഖൂനു അമാനത്തിക്കും, നിങ്ങളുടെ വിശ്വസ്തതകളും നിങ്ങൾ ചതിയിൽ അകപ്പെടുത്തരുത്, വഞ്ചനയിൽ അകപ്പെടുത്തരുത്. അപ്പൊ അള്ളാഹുവോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത അത് കാത്തു സൂക്ഷിക്കണം. നബിയോടുള്ള നിങ്ങളുടെ ബന്ധവും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിങ്ങൾ മരണം വരെയും കാത്തു സൂക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതും ജനങ്ങളെ തെര്യപ്പെടുത്തേണ്ടതുമായ വിഷയം നിങ്ങളിലെ വിശ്വസ്തതയാണ്. അതും നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കണം. വഞ്ചനയിൽ അകപ്പെടരുത്, ചതിയിൽ നിങ്ങളുടെ വിശ്വസ്തത നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്. വ അൻതും തഅലമൂൻ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ റസൂലുള്ള മുതൽ നിങ്ങളുടെ പൂർവികരായ ആളുകളുടെ സൽപ്പേരുകൾ, അവരെങ്ങനെയാണ് ഇതിനെ അതിജയിച്ച് നിലനിന്ന് വളർന്നു വന്നത് എന്നത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. വഅലമൂ അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങൾ അറിയണം, നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ ആൾബലങ്ങൾ, മക്കൾ മുതൽ മറ്റെല്ലാ നിലയിലുമുള്ള ആൾബലങ്ങളും അതൊരു പരീക്ഷണം മാത്രമാണ്. അത് കണ്ടിട്ട് നിങ്ങൾ നിഗളിക്കേണ്ടതില്ല, നിങ്ങൾ അഹങ്കരിക്കേണ്ടതില്ല. അപ്പോഴും നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം നിമിത്തം മാത്രമേ നിങ്ങൾ ശക്തി പ്രാപിക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ അവനോടുള്ള പ്രതിബദ്ധതയും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ബന്ധവും നിങ്ങളുടെ വിശ്വസ്തതയും നിങ്ങളുടെ നന്ദിബോധവും നിലനിർത്തിയാൽ നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. വ അന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം, അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദൃശ്യ സ്വഭാവങ്ങൾ വച്ചു പുലർത്തുന്നവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന പക്ഷം, യജ്അൽ ലക്കും ഫുർഖാനൻ, നിങ്ങൾക്ക് വിജയമാർഗം അവൻ ഒരുക്കി തരും. സ്വാതന്ത്ര്യത്തിൻ്റെ വഴി നിങ്ങൾക്ക് അവൻ ഒരുക്കി തരും. രക്ഷയുടെ മാർഗം അള്ളാഹു ഒരുക്കി തരും. വയുകഫിറു അൻകും സയ്യിആതിക്കും, നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അവൻ മായ്ച്ചു കളയും. വയഗ്ഫിറു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. വല്ലാഹു ദുൽ ഫളിലിൽ അലീം, അള്ളാഹു മഹത്തായ ഔദാര്യവും അനുഗ്രഹവും സഹായവും ഉടയവരാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളുടെ പിന്നിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ദുർബലതയും ആൾബലക്കുറവും പിന്നീട് ശേഷിയും ശേമുഷിയുടെയും വിഷയത്തിലുള്ള പിന്നോക്കങ്ങളും ഇതെല്ലാം ഒരു കാലഘട്ടത്തിലെ നിങ്ങളുടെ പൂർവികരുടെ അനുഭവങ്ങളാണ്. അതിൽ നിന്നാണ് നിങ്ങൾക്ക് അല്ലാഹു മോചനം നൽകിയത്. മോചനം നൽകിയെന്ന് മാത്രമല്ല, ഭൂതലത്തിൽ നിങ്ങൾക്ക് നിലനിൽപ്പ് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചാൽ കിട്ടാവുന്ന വലിയ ഭൗതിക സമ്പത്ത് ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ മക്ക രാജ്യത്തുണ്ട്. കാരണം നബിയെ ഒന്ന് ഇല്ലാതാക്കിയാൽ മതി. ഇന്ന് നമ്മൾ കുറച്ചുകൂടി അതിനൊരു വിശാലമായി പറഞ്ഞാൽ, ധർമ്മഹത്യ നടത്തിയാൽ നമുക്ക് എന്തെല്ലാം ഭൗതിക സുഖസൗകര്യങ്ങൾ ആർജിക്കാം. അപ്പൊ അതിനുവേണ്ടി എന്ത് ധർമ്മത്തെയും നശിപ്പിക്കും. ഈ ഒരു വ്യാമോഹത്തിലാണ് സുറാഖത്ത് ഇബ്നു മാലിക് നബിയെ സമീപിച്ചത്. അത് നബിയുടെ ഹിജ്റ വേളയിലാണ്. നബി ഒറ്റയ്ക്കേ ഉള്ളൂ, കൂടെ ആകെ ഒരു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആവുന്നത്ര ശ്രമിച്ചിട്ടും നബിയുടെ അടുത്തെത്താൻ കഴിയാതെ ജാള്യതയോടെ തിരിഞ്ഞു പോകേണ്ടി വന്ന സുറാഖയോട് നബി ചോദിച്ചു, അല്ല,
ഇത് സുറാക്കത്താണല്ലോ, എന്താണ് നിങ്ങളുടെ ഈ തത്രപ്പാടിന്റെ ഉദ്ദേശം? അപ്പൊ അദ്ദേഹം ഒന്നും അതിന് മറുപടി പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് കൈത്തണ്ടയിൽ റസൂലുള്ളയുടെ കൈ കൊണ്ട് തലോടിയിട്ട് പറഞ്ഞു, കിസ്റയുടെയും കൈസറിന്റെയും രാജാധികാരമായ തോൾവളയും കൈവളയും ഈ കൈത്തണ്ടയിലിട്ടാൽ, അതിങ്ങനെ കയ്യിലുണ്ട് എന്ന് ഓർക്കുക, എന്തുമാത്രം ഭംഗിയായിരിക്കും, എന്ത് സൗന്ദര്യമായിരിക്കും, എന്തുമാത്രം നിർവൃതമായിരിക്കും ആ രംഗം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു. അത് അദ്ദേഹം പിന്നെ അനുഭവപ്പെടുകയാണ്. കിസ്റയുടെ കൊട്ടാരത്തിലും കൈസറിന്റെ കൊട്ടാരത്തിലും ജയഭേരി മുഴക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ന് പലായനം ചെയ്ത ആളുകൾ. അപ്പൊ അവർക്ക് കിടക്കാൻ സ്ഥലമില്ല, ജീവിക്കാൻ വഴികളൊന്നുമില്ല, ആരും ഏതുമില്ലാതെ ഒറ്റപ്പെട്ട ഒരു വലിയ ജനക്കൂട്ടം. അവരെ അള്ളാഹുവിന്റെ റസൂല് ഒരുമിച്ച് ചേർത്തതിന് നൽകിയ വില വളരെ വലുതാണ്. ഈ വിവിധ ഗോത്രങ്ങൾ, വിവിധ മാതാപിതാക്കളുടെ അനന്തര തലമുറകൾ, വിവിധ നാടുകളിൽ നിന്ന് വന്നവർ, അടിമത്വം അനുഭവിച്ചവർ, യജമാനത്വം സ്വീകരിച്ചവർ, അങ്ങനെ തുടങ്ങി വൈവിധ്യം നിറഞ്ഞ ജനങ്ങളെ ഒരുമിച്ച് ചേർക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഒരു കുടുംബമായിട്ട് പോലും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് നിർത്താൻ നമുക്ക് കഴിയുമോ? അപ്പൊ ഈ കാടായ ജനങ്ങളെ അള്ളാഹുവിന്റെ റസൂല് ഫആവാക്കും എന്ന് പറഞ്ഞല്ലോ, നിങ്ങളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് അവർ ബലമുള്ളവരായി തീരുന്നത്. അത് തെളിയിച്ചത് എണ്ണബലം കൊണ്ടല്ല, ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനസ്സിന്റെ ആർജവ ബോധമാണ് അവരെ ബോധ്യപ്പെടുത്തിയതും അനുഭവപ്പെടുത്തിയതും ബദറിൽ. പിന്നെ അങ്ങോട്ട് അവർക്കൊരു വലിയ ഉത്സാഹമായി. അപ്പോഴും അവരുടെ ഇടയിലെ ആ ബന്ധത്തിന്റെ കെട്ട് പൊട്ടാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അപ്പോൾ ദുനിയാവ് കളയേണ്ടടുത്ത് കളഞ്ഞു, വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് ദുനിയവിയായ വിഷയത്തിലെല്ലാം വിട്ടുവീഴ്ച ചെയ്തു. സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളിലും അവർ അംഗീകരിച്ചു. എന്നിട്ടവർ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജേതാക്കളും നേതാക്കളുമായി മാറി. ഇത്രയും കാര്യങ്ങളെ ഒരു സെക്കൻഡ് കൊണ്ട് പുറകോട്ട് ഓർക്കാനാണ് വദുക്കുറു, നിങ്ങൾ എന്തിയെ പിന്നിലേക്ക് ചിന്തിക്കാത്തത് എന്ന് ഖുർആൻ ഇവിടെ ആവശ്യപ്പെട്ടതെന്ന്. അത് സുറാഖത്ത് പിന്നീട് കിസ്റയുടെ കോട്ടയിൽ കയറിയിട്ട് രാജാധികാരത്തിന്റെ കിരീടവും ചെങ്കോലും ഒക്കെ എടുത്തു പിടിച്ച് കയ്യിൽ തോളുവളയിട്ടിട്ട് അദ്ദേഹം പൊട്ടിക്കരയുന്ന ഒരവസ്ഥയാണ്. റസൂലുള്ളയെ വധിക്കാൻ പോയ എനിക്ക് നബി അന്ന് പറഞ്ഞൊരു വാഗ്ദത്തമാണല്ലോ ഇപ്പോൾ ഇവിടെ നിറവേറിയത്. അങ്ങനെ ചിന്തിച്ച ഒരു സഹാബിയെ നമ്മൾ ഈ വിഷയത്തിൽ പിന്നിലേക്ക് നോക്കുമ്പോൾ കാണുകയാണ്. ഇനി സൂറത്ത് അഅറാഫിൽ, അപ്പൊ ഇത്രയും നിങ്ങളുടെ പിന്നിലുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ പിന്നീട് വിട്ടുകളഞ്ഞത് ദീനിന് 2ാം സ്ഥാനവും ദുനിയാവിന് 1ാം സ്ഥാനവുമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തു. കല്ലാ ഇന്നഹും യുഹിബ്ബൂനൽ ആജില. ക്ഷണികമായ ആസ്വാദനങ്ങളും അനുഭവങ്ങളും സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, അധീശത്വങ്ങൾ, അത് തെരഞ്ഞെടുത്തു മനുഷ്യർ. അവരിതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ദീനിനെ തെരഞ്ഞെടുക്കുക ചെയ്തത്. തമ്മിലുള്ള വ്യത്യാസം അതാണ് പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ അപഗ്രഥിച്ചുകൊണ്ടൊരു അറബി കവിത രചിക്കപ്പെട്ടതിൽ വളരെ മനോഹരമായ 2 വരിയാണ്. നുറഖീഉ ദുനിയാന ബിതംസീഖി ദീനിന വമാ ദീനുനാ യബ്ഖാ വലാ മാ നുറക്കഉ. നമ്മുടെ ദുനിയാവ് ചോർന്നു പോകാതിരിക്കാൻ, അത് പിളർന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നമ്മളെ വിട്ടുപോകാതിരിക്കാൻ ദീനിനെ നമ്മൾ എന്ത് ചെയ്തു? ആ ദുനിയാവിന്റെ സ്ഥാനത്ത് പകരം വച്ചു. അപ്പൊ ദീനിനെ ആ സ്ഥാനത്ത് ഒഴിവാക്കേണ്ടത് എത്രയാണോ അത് നമ്മൾ മുറിച്ചു മാറ്റി. അങ്ങനെ മുറിച്ചു മാറ്റിയിട്ട് കണ്ടം വയ്ക്കുക എന്ന് പറയും, വച്ച് തുന്നുക.
തുന്നുക, കെട്ടുക. അപ്പൊ വസ്ത്രമാണെങ്കിൽ അവിടെ അത്രയും വേറെ സാധനം എടുത്തിട്ട് വെച്ച് തയ്ച്ചു പിടിപ്പിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തു. ദീനിനെയാണ് നമ്മൾ കഷ്ണിച്ച് കളഞ്ഞത്. എന്നിട്ട് ദുനിയാവിനെ അവിടെ വെച്ച് അടച്ചു. നമ്മൾ അനുഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ദീൻ നമ്മളിങ്ങനെ ഓരോ കഷ്ണമായിട്ട് എടുത്ത് കളഞ്ഞ് ദുനിയാവിനെ വെച്ച് പശയൊക്കെ വെച്ച് ഒട്ടിച്ചല്ലോ, ആരെ പിടിച്ചാലും പോകില്ല ഇനി അത്. ആ രൂപത്തിലാക്കി വെച്ചു. അപ്പൊ ദീൻ നമ്മൾ ആദ്യമേ കളഞ്ഞ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. നമ്മൾ ശേഖരിച്ച് ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ച ഒട്ടിച്ചു വച്ച ദുനിയാവും നമുക്ക് നഷ്ടമായി. അപ്പൊ രണ്ടും നഷ്ടപ്പെട്ട കൂട്ടരായി മാറി. ഈ ഒരവസ്ഥ മുസ്ലിം ജനവിഭാഗം വേണ്ടത്ര ഗൗരവത്തോടെ പൂർവികരെ നോക്കി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്രയും വലിയ അപജയങ്ങളൊന്നും ലോകത്തുണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ അവരെ ആട്ടിയോടിക്കപ്പെടില്ല. അവരെ ആട്ടിയോടിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അവർക്ക് എത്ര ചെറിയ 800 ആളുകൾ താമസിക്കുന്ന ഒരു രാജ്യം മുതൽ കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന രാജ്യം വരെയും ഇന്ന് ഈ ലോകത്തുണ്ട്. ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും കുറച്ച് ആളുകൾ ഉള്ളത് 800 ആളുകളുള്ള ഒരു രാജ്യമാണ്. അത് അത്രയേ ഉള്ളൂ അവിടെ. അപ്പൊ എണ്ണവും അതിൻ്റെ വണ്ണവുമല്ല, നിങ്ങളുടെ ഹൃദയ ഐക്യമാണ് ലോകത്തിന്റെ മുൻപിൽ നിങ്ങളുടെ ശക്തി പ്രഭാവമായി നിലനിൽക്കുക എന്നത് വിശുദ്ധ ഖുർആൻ ഓർമ്മിക്കുവാൻ വേണ്ടി മുസ്ലിമുകളോട് ആഹ്വാനം ചെയ്യുന്നു. സൂറത്തുൽ അഅ്റാഫില് ഇത് മനസ്സിലാകാതെ ദുനിയാവിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു തകരാറ് വലിയ അഹങ്കാരികളായിട്ട് മാറും. അപ്പൊ താൻ പോരിമ എന്നൊക്കെയാണ് നമ്മളതിന് പറയുക. അപ്പൊ മുൻപ് നമുക്ക് എല്ലാവരെയും കാണാം, എല്ലാവർക്കും ഇവരെയും കാണാം. നബിയെ സമീപിച്ച ഒരാളുണ്ട്, അഷ്റഫുൽ ഖൽഖിനെ. നമ്മൾ തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാനുണ്ട് ഇന്നത്തെ. അപ്പൊ അവര് വിദേശികളായിരുന്നു, റസൂലുള്ളയെ കാണണമെന്ന ആഗ്രഹം. എല്ലാവരുടെയും വേഷവും ഒന്നാണ്, നടത്തവും ഒന്നാണ്, വർത്തമാനവും ഒന്നാണ്, ഭക്ഷണവും ഒന്നാണ്, കിടത്തും ഒരു സ്ഥലത്താണ്. അപ്പൊ അങ്ങനെ കുറെ പേരിങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ചോദിച്ചപ്പോ, നിങ്ങളിലിപ്പം മുഹമ്മദ് ആരാ? അപ്പൊ നബിയെ തിരിച്ചറിയുന്നില്ല. അവരിൽ ഒരാളാണ്, ആ ഒരാളാണ് അള്ളാഹുവിന്റെ റസൂൽ. അപ്പൊ കാണിച്ചു കൊടുത്തു, ഇതാണ് നബി. അപ്പൊ അതിന്റെ ജീവിത രീതി നിങ്ങൾക്ക് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും തണല് കിട്ടുന്ന മരത്തിന്റെ ചോട്ടിൽ കിടന്നുറങ്ങും. അപ്പോഴാണ് നബിയെ കൊല്ലാൻ ഒരാൾ വാളായിട്ട് വരുന്നത്. നമുക്ക് ചരിത്രം അറിയാവുന്നതാണ്. പക്ഷെ അത് കഴിയില്ല. അത് നബി എഴുന്നേറ്റിട്ട് മാനസികമായ വലിയൊരു ചികിത്സ അവിടെ ഉണ്ടായത്. അപ്പൊ അയാൾ പോലും അന്തം വിട്ടു. ഇദ്ദേഹത്തിന് ഭാവമാറ്റം വന്നില്ലല്ലോ. അദ്ദേഹത്തിനൊരു പതർച്ച വരണ്ടേ. വാരിയംകുന്നനെ ഹാജിയെ തൂക്കിലേറ്റാൻ വേണ്ടി വിധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, എൻ്റെ കണ്ണ് കെട്ടാൻ പാടില്ല, നേരെ നെഞ്ചിൽ വേണം നിങ്ങൾ നിറയൊഴിക്കാൻ, പുറകിൽ നിന്നല്ല. ആ ഒരു ധീരതയുണ്ടല്ലോ. കാഞ്ചി വലിക്കുന്നവന്റെ കൈ പോലും വിറയ്ക്കുകയാണ് അപ്പോഴും. ഇത് തന്നെയാണ് നബിയുടെ സംഭവത്തിൽ വാള് പിടിച്ചവന്റെ കൈ വിറച്ചിട്ട വാള് താഴെ പോയത്. ഇത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധിപനായി, സിദ്ദീഖുൽ അക്ബറും അതെ. ആദ്യത്തെ ഒരാഴ്ച ഒട്ടകത്തെ കറന്ന് പാല് കൊടുക്കുന്ന ഏർപ്പാടാണ്. അപ്പൊ അങ്ങനെ ഒട്ടകത്തെ കറന്ന് ജീവിച്ചിരുന്ന, വരുമാനം കൊണ്ട് ജീവിച്ച അബൂബക്കർ സിദ്ദീഖ് ആരാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞപ്പോ കൂടെയുള്ളവർ പറഞ്ഞു, അങ്ങ് അമീറുൽ മുഅ്മിനീനാണ്, ഇനിയും ഇങ്ങനെ ഈ കൂലിപ്പണിക്ക് പോയാൽ മോശമായിട്ടല്ല, ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അതുകൊണ്ട് പാല് കറക്കാൻ ഇനി അവിടെ നിന്ന് പോണ്ട. അങ്ങനെയാണ് നിർത്തിയത്. ഒരു ഭരണാധിപനെ പഠിപ്പിച്ചാണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഗോതമ്പ് ചാക്കുമായിട്ടാണ് രാത്രി മുഴുവൻ സഞ്ചരിക്കുക. ഇതല്ലാത്തപ്പോഴും വെറുതെ നടക്കും. ആളുകൾക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിലാവും, ഒരുവിധമൊന്നും പെട്ടെന്ന് മനസ്സിലാവൂല. കാരണം അദ്ദേഹത്തിന്റെ ആ രീതി അങ്ങനെയാണ് പല സ്ഥലത്തും സേവകനായത്. റൊട്ടി ഉണ്ടാക്കാൻ മാവിന്റെ പൊടി കൊണ്ടുപോയി കൊടുക്കുക, പ്രസവ ശുശ്രൂഷയ്ക്ക് ഭാര്യയെ കൊണ്ടുവന്ന് നിർത്തുക, എന്നിട്ട് അവിടെ കാവലിരിക്കുക. അകത്ത് നിന്ന് അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യ പ്രസവിച്ചു
ഇന്നതാണ് കുട്ടി എന്ന് പറയുമ്പോഴാ വീട്ടുകാരൻ ഞെട്ടി എഴുന്നേക്കുന്നത്, ഇത് ഖലീഫയാണോ എന്ന്. നിങ്ങളൊന്ന് ആലോചിക്കാൻ പറഞ്ഞ, നിങ്ങൾ ദീനിനെ കഷ്ണം കഷ്ണമായി മുറിച്ചിട്ട് ദുനിയാവിനെ വച്ച് കെട്ടിയപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ കഴിയില്ല. പിന്നെ ബുള്ളറ്റ് പ്രൂഫ് റൂമിലേ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ജനങ്ങളെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. അവർ ഭയപ്പെട്ടത് അള്ളാഹുവിനെയാണ്. തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അവർ ഭയപ്പെട്ടത് അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് അവരോട് മതിപ്പുണ്ടായി, ആദരവുണ്ടായി, ബഹുമാനം ഉണ്ടായി, വിധേയത്വം ഉണ്ടായി, അനുസരണം ഉണ്ടായി. ചില വിഷയത്തിലൊക്കെ അവർക്ക് വിഷമം വരുമ്പോൾ അവർ തന്നെ ചോദിക്കും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു സർവ ഭരണാധിപനായി നിൽക്കുന്ന ഒന്നാമത്തെ അമീറുൽ മുഅ്മിനീൻ. അപ്പൊ സഹാബികളിൽ ചിലർക്ക് ചില വിഷമം സഹിക്കവയ്യാതെ വന്നപ്പോഴാണ് ഖലീഫ നിങ്ങളാണോ അതല്ല ഉമറാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു വിധി പ്രസ്താവിക്കുമ്പോഴുണ്ടായി. അപ്പൊ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, അവിടെ ഈഗോ ഇല്ലല്ലോ, ഗ്രൂപ്പ് പോയിക്കൊള്ളോട്ടോ നിങ്ങള്. നമ്മളാണെങ്കിൽ അപ്പൊ തന്നെ ഗ്രൂപ്പ് രണ്ടാകും അവിടെ വച്ച്. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഖലീഫ ഞാനാണ്, അനുസരണം ഉമറിനാകുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും ഒന്ന് ഓർത്തു വയ്ക്കോട്ടോ അതൊക്കെ. ഖലീഫ ഞാൻ തന്നെയാണ്, പക്ഷെ അനുസരണം ഉമറിനാണ്. വല്ലാത്ത വാക്കാണ്, ഒറ്റ വാക്കിലാണ് തീരുക അവിടെ വച്ച്. അവരാ രൂപത്തില് ദീനിനെ തെരഞ്ഞെടുത്തപ്പോ പടച്ചവരെ അവർക്ക് ഭയം ഉണ്ടായി, അവരെ ജനങ്ങൾക്ക് മതിപ്പും ഉണ്ടായി. നമ്മൾ ദീനിനെ നമ്മൾ കണ്ടം വെച്ചിങ്ങനെ ഓരോന്ന് കഷ്ടമായിട്ട് മാറ്റി ദുനിയാവായി ആകെ. അപ്പൊ നമ്മുടെ പത്രാസും നമ്മുടെ ആഡംബരവും നമ്മുടെയൊക്കെ ഈ ജനങ്ങളിൽ നിന്ന് എത്രത്തോളം അകലുന്നു അത്രത്തോളം നേതാവുകയാണ്. ഒരു സാധുവായൊരു മനുഷ്യന് പോലും അദ്ദേഹത്തെ നേരിൽ കാണാനോ ഒരു സലാം പറയാനൊന്നും കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസ്, മുസ്ലിമിലും, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല, നിങ്ങൾ വിശ്വാസികളാകണം, അതിനുശേഷമേ സ്വർഗപ്രവേശനമുള്ളൂ. വലാ തുഅ്മിനു, നിങ്ങൾക്ക് വിശ്വാസികളാകാൻ കഴിയില്ല, ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാത്തിടത്തോളം കാലം. എന്നിട്ട് നബി പറയും, ഇത്രയും പറഞ്ഞിട്ട് ഒരു ആത്യന്തികമായൊരു വിഷയം അവസാനിപ്പിച്ചാണ്. അലാ അദുല്ലുക്കും ബിശൈഇൻ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാം, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയും. സ്നേഹിക്കാൻ കഴിഞ്ഞാലോ നിങ്ങൾക്ക് വിശ്വാസികളാകാം, മുഅ്മിനുകളാകാം. മുഅ്മിനുകളായാലോ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക. അതുപോലും ഒരു ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന, മുഖത്ത് സന്തോഷമുള്ള, ആനന്ദം കാണിക്കുന്ന നിലയിൽ ഒരു സലാമു പോലും പറയാൻ മുസ്ലിം ലോകത്തിന് കഴിയാത്ത ഭൗതിക അന്തരീക്ഷത്തിലല്ലേ ഇപ്പൊ നമ്മളുള്ളത്. നിങ്ങളത് ആലോചിച്ചു നോക്കിയേ. അത്രയും വലിയ ദുനിയവിയായ പ്രേമം കൊണ്ട് അതിനോടുള്ള മുഹബ്ബത്ത് കൂടിയിട്ട് ദീൻ എന്തായാലും വേണ്ടില്ല, നബി പറഞ്ഞതല്ലേ, അതൊന്നും സാരമില്ല. നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ കെട്ടിപ്പിടിക്കുക, അലൈക്കും സലാം എന്ന് മാത്രമല്ല, പിന്നെ പറഞ്ഞാൽ തീരാത്ത അത്രയും അത് അതിനോട് കൂട്ടിച്ചേർത്ത് പറയും. ഇനി അല്ലാത്തവരാണെങ്കിൽ വാലേക്കും, അത്രേ ഉള്ളൂ. ഇന്നും അതെ, 21-ാം നൂറ്റാണ്ടിലെത്തിയിട്ട് മുസ്ലിമുകൾക്കിടയിൽ കൂടിയാൽ വാലേക്കും ഇങ്ങനെ പറയും. നമ്മുടെയൊക്കെ അനുഭവമാണ് ഈ പറയണത്, അതിനപ്പുറത്തേക്ക് പറയില്ല. പറയണമല്ലോ, ആളുകളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു മറുപടി പറയണ്ടേ, അതിനാണ് വാലേക്കും. അതാണ് ഇസ്ലാമിക സമൂഹം ലോകമെമ്പാടും ഉള്ളത്. ഞാൻ സൂറത്ത് അഅറാഫിലെ ഈ ആയത്തിലേക്ക് വന്നില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിൽ നമ്മളോട് പറഞ്ഞത്, നിങ്ങളെപ്പോഴും പൂർവികരിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ദശാസന്ധിയിലേക്ക് നോക്കണം. തുടക്കം അവിടെ നിന്ന് വേണം നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ. എങ്ങനെയാണ് അവർ ഭൂമിയിൽ നിലനിന്നത്, എങ്ങനെയാണ് അവർ അതിജയം കരസ്ഥമാക്കിയത്, എങ്ങനെയാണ് അവർ ജേതാക്കളായി മാറിയത്, എങ്ങനെയാണ് ലോകത്തിന് അവരെ ആവശ്യമായി തീർന്നത്, അതിനവർ സ്വീകരിച്ച മാർഗം എന്താകുന്നു,
ഇത്രയും വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.